ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം മെയ്ഡ് റോസ് വാട്ടർ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടായി നിൽക്കുന്ന 3 റോസ് ആട്ടോ. നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പൂവായിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഒന്നും കൂടെ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായി നിൽക്കുന്ന പൂവ് എടുക്കണമാവും നല്ലത്, ഓർഗാനിക്കായിട്ടുള്ള റോസ്. അപ്പോൾ ഞാൻ ഈ 3 പൂവിൻ്റെ ഇതളും ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രമാണ്. അത് ഇതുപോലത്തെ പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും പിന്നെ സ്റ്റീലിൻ്റെ പാത്രം അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കഴുകിയിട്ട് ആ പൂക്കളൊക്കെ പൂവിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് പെറ്റൽസ് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. 2 കൈ പിടിക്കുള്ള അത്രയും എടുക്കണമെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിലാകെ 3 റോസ് ഉള്ളതുകൊണ്ടാട്ടോ ഇത്ര കുറച്ചുള്ളത്. എത്ര കൂടുതൽ എടുക്കണം അത്രയും നമുക്ക് കൂടുതൽ വെള്ളം കിട്ടും കേട്ടോ. എനിക്ക് കുറച്ച് മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ 3 വെച്ചിട്ട് ഒപ്പിക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിങ്ങനെ നടുക്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഒരു പാത്രം വെക്കാനാണ്. എന്നിട്ട് ആ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു പാത്രം. ഇതിന് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു ഡിസ്റ്റിൽഡ് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു റോസ് വാട്ടർ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ റോസ് പെറ്റൽസ് ഇങ്ങനെ ചൂടുവെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ അതിൻ്റെ തിളപ്പിച്ച് കിട്ടുന്ന ആ ഒരു വെള്ളം എടുത്തിട്ടും റോസ് വാട്ടർ ആയിട്ട് ഉണ്ടാക്കും. പക്ഷേ അതിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത് നമുക്ക് കുറച്ചധികം കാലം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു അടപ്പെടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടപ്പുണ്ടല്ലോ, അതായാലും മതി. അതാവുമ്പോൾ നമുക്ക് വെള്ളം കളക്ട് ചെയ്യണത് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ അതുപോലെ ഒരു മൂടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് അടക്കണത്. നമുക്ക് ഉള്ളിലേക്ക് ഇത്തിരി താഴ്ച വരണം അങ്ങനത്തെ മൂടി എടുത്തിട്ട് അടക്കട്ടെ. പരന്ന മൂടി എടുക്കാണ്ട് ഉള്ളിലുള്ള ആവി പുറത്തു പോകാൻ നല്ല രീതിക്ക് ലോക്ക് ചെയ്യണ വിധത്തിൽ വേണം കേട്ടോ അടച്ചു വെക്കാൻ. ആവി പുറത്തു പോയാൽ നമുക്ക് നല്ല രീതിക്ക് വെള്ളം കളക്ട് ചെയ്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അത് താഴെ വെള്ളം ചൂടായി വരുമ്പോൾ ഈ നീരാവി മുകളിലോട്ട് വരുമല്ലോ. അപ്പോൾ മുകളിൽ തണവാകുമ്പോൾ പെട്ടെന്ന് വെള്ളം താഴത്തേക്ക് വീഴും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാൻ പറയണത്. ഐസ് ഇതേപോലെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് അങ്ങ് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 20 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കളക്ട് ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ചൂടുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മൂടി എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് നോക്കിയപ്പോൾ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര തന്നെ ഉദ്ദേശിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, നമ്മൾ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങണ അതേ റോസ് വാട്ടറിൻ്റെ അതേ കളറാട്ടോ, കളർലെസ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇങ്ങനെയാണ് വെള്ളം കിട്ടുക. ഇതാണ് ശരിക്കുള്ള റോസ് വാട്ടർ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനി എടുത്ത് മാറ്റാം. ഇനി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുത്താറിയാൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാം. രാവിലെ രാത്രിയൊക്കെ നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ആ ഒരു പെറ്റൽസിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ആകെ മങ്ങിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഞാൻ അധികം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കിട്ടിയ അതേപോലത്തെ വെള്ളം തന്നെ വിചാരിക്കട്ടെ, പക്ഷെ അങ്ങനെയല്ല, റോസ് കളറാണ് കേട്ടോ. അപ്പോൾ നേരത്തെ റോസ് വാട്ടറിൻ്റെ പോലെ അല്ല ഇത്. നേരത്തെ വെച്ചാൽ അത് ഇത്തിരി ഗുണമേന്മ ഉള്ളതാണ്. ഇതെന്ന് വെച്ചാൽ റോസിൻ്റെ ഫുള്ള് സത്ത് ഇതിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു കളറ്. സംഭവം മണം നിറമൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് അധിക ദിവസം യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഒരാഴ്ചക്കുള്ളിൽ തീർക്കും വേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ കേട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേതാണ് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യണതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ കുറച്ച് വീട്ടിലുണ്ടാക്കിയിട്ട് വെക്കണതാണ്. പുറത്തുനിന്ന് വാങ്ങണത് അതിലെന്തെങ്കിലും കൂട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഫേസിലും ഒരു ടോണറായിട്ട് നമുക്കിതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്നുണ്ടായ പൂവായിട്ട് ഉണ്ടാക്കിയോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് നല്ല സ്മെല്ല് നിൽക്കുന്നുണ്ട്. എന്താ പറയുക, നല്ല സ്മെല്ലെന്ന് വെച്ചാൽ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറിലും ഉണ്ട് കേട്ടോ അത് സെയിം ആയിട്ടുള്ള സ്മെല്ല്. പക്ഷേ ഈ വലുതിനേക്കാളും ചെറുതാണ് ഒന്നുകൂടെ കുറച്ചുകൂടെ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അതാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു റോസ് വാട്ടറിന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് ഒന്നും കൂടെ നല്ല മണമായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ.